ഇന്ന് വൈകുന്നേരത്തേക്ക് ഗ്രീൻ പീസ് കറി ആയിരുന്നു. ഇപ്പോൾ രാവിലെ ഞാൻ ഗ്രീൻ പീസ് കുതുക്കാനിടായിരുന്നു. അപ്പോൾ നമുക്കൊന്ന് മിക്സിയിൽ വേവിച്ചെടുക്കുക. അതിനകത്തേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, സവാള, പച്ചമുളക് ഇത്രയും ചേർത്ത് വേവിച്ചെടുത്തു കേട്ടോ. വേവിക്കാൻ വെച്ചതിന് ശേഷം രാവിലത്തെ ദോശ ഉണ്ടായിരുന്നേ, അപ്പോൾ ഞങ്ങളതൊന്ന് ചൂടാക്കി കഴിച്ചു കേട്ടോ. അപ്പം അമ്പാടിക്കും കൊടുത്ത് ഞങ്ങൾ കഴിച്ച് വന്നപ്പോഴത്തേക്കും കുക്കറിൽ നന്നായിട്ട് വെന്ത് വന്നിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ഗ്രീൻ പീസ് എടുത്തിട്ട് നമ്മളൊന്ന് മിക്സിയിലൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. അതും കൂടെ കറിയിൽ ചേർത്ത് കൊടുക്കാനാണ് കേട്ടോ. ഇനി നമുക്ക് എണ്ണ ചൂടാക്കിയിട്ട് അതിനകത്തേക്ക് കറുകപ്പട്ടയും ഏലക്കായും കുറച്ച് പെരുംജീരകവും കൂടെ ഒന്ന് ചൂടാക്കിയെടുത്ത് അതിനകത്തേക്ക് സവാള അരിഞ്ഞ് വെച്ചതും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക കേട്ടോ. അതിനകത്തേക്ക് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടിയും കൂടിയാണ് ചേർത്ത് കൊടുത്തത്. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് നമ്മൾ വേവിച്ച് വെച്ച ഗ്രീൻ പീസും കൂടെ ചേർത്ത് കൊടുത്തു കേട്ടോ. പിന്നെ മിക്സിയിൽ നമ്മൾ അരച്ചെടുത്ത ഗ്രീൻ പീസും കൂടെ ഒന്ന് ചേർത്തെടുക്കുന്നുണ്ട്. എന്നിട്ട് കറിവേപ്പില ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം. നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഏട്ടൻ വന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ചപ്പാത്തിയും കൂട്ടിയിട്ട് കഴിച്ചു കേട്ടോ. പിന്നെ നമ്മുടെ ഫോം ഉണ്ടല്ലോ, അപ്പോൾ വോട്ടിനായിട്ട് ഫോം പൂരിപ്പിച്ചില്ലായിരുന്നേ. അപ്പോൾ അതൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് വെച്ചേ. പകൽ മക്കൾ സമ്മതിക്കാത്തതുകൊണ്ട് അവർ ഉറങ്ങിയ ശേഷം രാത്രി കേട്ടോ ഞാൻ ഫില്ല് ചെയ്തത്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ